സീസണിലെ ആദ്യ ഈത്തപ്പഴം വിളയുന്ന സ്ഥലം ഒമാനാണ്. ഒമാനിൽ ഇപ്പോൾ ഈത്തപ്പഴ വിളവെടുപ്പിൻ്റെ കാലമാണ്. ആ കാഴ്ചകളുമായി ചേരുന്നു അലി കുട്ടായി. ഒമാനിലെ ഈത്തപ്പഴ വിളവെടുപ്പും അതിൻ്റെ പ്രോസസ്സും അതിമനോഹരമാണ്. അതൊരാഘോഷവുമാണ്. തെബ്സീൽ എന്നാണ് ഈ വിളവെടുപ്പ് ഉത്സവത്തെ വിളിക്കുക. അതിരാവിലെ മുതൽ സൂര്യാസ്തമയം വരെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുക്കുന്ന ആഘോഷം. ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് ഒമാനിൽ ഈത്തപ്പഴ വിളവെടുപ്പ് നടക്കാറുള്ളത്. ഈത്തപ്പഴത്തിന്റെ നിറം മഞ്ഞയാവുന്നത് മുതലാണ് വിളവെടുപ്പ് ആരംഭിക്കുക. വെട്ടിയെടുക്കുന്ന ഈത്തപ്പഴ കുലകൾ കയറുപയോഗിച്ച് നിലത്തിറക്കും. ഭാരമുള്ള ഈ കുലകൾ സുരക്ഷിതമായി താഴെ എത്തിക്കാൻ മിറാദ് എന്നു പേരുള്ള കയറാണ് ഉപയോഗിച്ചു വരിക. തുടർന്ന് ഈ കുലകൾ സംസ്കരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നിരവധി കുട്ടികളും സ്ത്രീകളും ഇതിനനുഗമിക്കും. പിന്നെ എല്ലാവരും ചേർന്ന് കുലയിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ വേർതിരിച്ചെടുക്കും. പ്രായമായവർ വേർതിരിച്ചെടുക്കുന്ന ജോലി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. സ്ത്രീകൾ കൂട്ടമായിരുന്ന് നാടൻ പാട്ടുകൾ പാടും. നല്ല ചൂടാണിപ്പോൾ ഒമാനിൽ. പക്ഷെ ജോലിയിൽ മുഴുകുമ്പോൾ അവർ ചൂടങ്ങും. നമ്മുടെ നാട്ടിൽ ചിങ്ങമാസത്തിലെ കൊയ്ത്തുത്സവം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ അങ്ങേറ്റം പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു പരിപാടിയാണ് ഈ ഈന്തപ്പഴ വിളവെടുപ്പ് ഉത്സവം. അത് നടക്കുന്ന ഗ്രാമത്തിൽ അത് തികച്ചും ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അത് നമുക്ക് ആളുകൾ കൂട്ടം കൂടിയിരുന്ന് പാട്ടുപാടിയും നാടോടി കഥകൾ പറഞ്ഞും ഒരു ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വർഷത്തെ തഫ്സീൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും തികച്ചും ആഹ്ലാദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണത് ആരംഭിച്ചതും അവസാനിച്ചതും. കുലയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈത്തപ്പഴം വലിയ ചെമ്പുപാത്രത്തിലിട്ട് വേവിക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. ഈത്തപ്പഴം വേവിക്കുന്നതിന് അൽമബ്സലി, മദുലൂക്കി, ബൊളറങ്ക എന്നീ രീതികളുമുണ്ട്. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇവ ഇങ്ങനെ വേവിക്കുക. ഇതിനുശേഷം പ്രത്യേകം സജ്ജമാക്കിയ മസ്തിന എന്നറിയപ്പെടുന്ന ഗ്രൗണ്ടിൽ ഈത്തപ്പഴങ്ങൾ ഉണങ്ങാനിടും. ഈ ഗ്രൗണ്ടിൽ 5 മുതൽ 10 ദിവസം വരെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇവ അങ്ങനെ കിടക്കും. ഈന്തപ്പഴത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇത് പെട്ടെന്ന് പാകമാകുന്നത്, പഴങ്ങൾ മൂത്ത് പഴുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരെല്ലാം വളരെ സന്തോഷത്തിലാണ്, വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് അവർ നമ്മളെ വരവേറ്റത്. ഇനിയും ഒരുപക്ഷെ ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഈ മാസത്തോടു കൂടി മിക്കവാറും പൂർണ്ണമാവും. പിന്നെ അടുത്ത മാസം മുതൽ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം വിളവെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. ചെറിയ ചെറിയ വിളവെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. അടുത്ത മാസത്തോടുകൂടി ഇത് പൂർണ്ണമാവും. കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് ഉണക്കൽ കാലവും നീളും. ഉണങ്ങിക്കഴിയുന്നതോടെ ഈത്തപ്പഴം വിപണനത്തിന് തയ്യാറാവും. പ്ലാസ്റ്റിക് കുട്ടകളിൽ ഇവ വൃത്തിയാക്കി നിറച്ചു വെക്കും. ഒമാനി ഈത്തപ്പഴത്തിന് ഏഷ്യൻ രാജ്യങ്ങളിൽ നല്ല മാർക്കറ്റാണ്. വാദി ബനി ഖാലിദ്, അൽകാമിൽ അൽവാഫി, ജാലൻബാനി ബുഹസൻ എന്നിവ ഉൾപ്പെടെ വിവിധ വിലായത്തുകളിൽ എല്ലാ പ്രാവശ്യവും സീസൺ സജീവമാകാറുണ്ട്. മദലോക്കി, ബനോരഞ്ച, അബുമത്രി, ഹിലാലി തുടങ്ങിയ ഇനങ്ങളിലെ തിളപ്പിച്ച ഈത്തപ്പഴത്തിന് വാദി ബനി ഖാലിദ് പേരുകേട്ടതാണ്. ഇവിടുത്തെ സ്വദേശികളുടെ തോട്ടം ഉടമയുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും ഈ പരിപാടി നടക്കുകയെങ്കിലും മലയാളികൾ ഉള്ള തൊഴിലാളികൾ വളരെ കുറവാണ്. വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്. കൂടുതലും ബംഗ്ലാദേശ് സ്വദേശികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായൊരു സമയമാണിത്. കാരണം വിളവെടുപ്പ് സമയത്ത് സാധാരണ ലഭിക്കുന്ന കൂലിയുടെ 3 ഇരട്ടിയായിരിക്കും വിളവെടുപ്പ് സമയത്ത് ലഭിക്കുക. അതോടൊപ്പം തന്നെ വിളവെടുപ്പെല്ലാം പൂർത്തിയായി പഴങ്ങൾ പ്രോസസ്സ് ചെയ്ത് വിറ്റ് കഴിയുമ്പോൾ തോട്ടം ഉടമയുടെ വക പ്രത്യേക പാരിതോഷികങ്ങളും ലഭിക്കും. അതിനുശേഷം ഇവർ നാട്ടിലേക്ക് അവധിക്കായി പോകും. പിന്നീട് 2-3 മാസം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഈന്തപ്പഴം നമ്മൾ ശരിക്കും കാണുന്നത് ഒരു മെയ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ മെയ് ആദ്യവാരത്തോടു കൂടിയാണ് കായ്കൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 6 മാസം മുമ്പെങ്കിലും ഇവർ ആരംഭിക്കും. മുൻകാലങ്ങളിൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് ഒട്ടകയാത്ര സംഘങ്ങളാണ് മബ്സലി ഈത്തപ്പഴം സൂറിലേക്ക് കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്ന് അവ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുമായിരുന്നു. ഇന്ന് വ്യാപാരമൊക്കെ മാറി. പ്രാദേശിക വ്യാപാരികൾ കർഷകരിൽ നിന്ന് നേരിട്ട് ഈത്തപ്പഴം വാങ്ങുന്നു. പിന്നീട് ഒമാനകത്തും പുറത്തും വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക കമ്പനികൾക്ക് വീണ്ടും വിൽക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും പല കാര്യങ്ങളിലും ഒമാനി ജനത അവരുടെ പാരമ്പര്യം അതുപോലെ പിന്തുടരുന്നവരാണ്. അടുത്ത തലമുറക്ക്
അഭിമാനത്തോടെ കൈമാറുന്നവർ.